ഹായ് ഓൾ, വെൽക്കം ടു CC. ഞാൻ അഞ്ജിത. അപ്പോൾ നമ്മുടെ അടുത്ത വരാൻ പോകുന്ന സെറ്റ് എക്സാമിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വലിയ പോസ്റ്റർ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ജാനുവരി 2026 നടന്ന നമ്മുടെ സെറ്റ് എക്സാമിൽ നമ്മുടെ CCയിൽ നിന്നും ക്വാളിഫൈ ആയിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ വെച്ചാലും തീരാത്ത അത്ര ഫോട്ടോസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റർ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എക്സാമിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ എന്താണ് ട്രെയിൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യിക്കുക എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഉദ്ദേശത്തോടു കൂടി എക്സാമിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ CCയെ വിശ്വസിച്ചൊപ്പം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വരാൻ പോകുന്ന സെറ്റ് എക്സാമിനും എന്താണ് ഈ ഒരു പോസ്റ്ററിൽ നിങ്ങളുടെ ഫോട്ടോയും ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് സുവോളജി എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് മുന്നിലുള്ള ഏകദേശം ഒരു 30 ദിവസങ്ങളാണുള്ളത്. അപ്പൊ ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ട് സിലബസ് ഒന്ന് നോക്കി തീർക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മുന്നിൽ ഇപ്പൊ 40 ദിവസത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരു 30 ദിവസമാണ് ഉള്ളത് എങ്കിൽ ആ ഒരു 1 month എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവ്ലി നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റി വെക്കണം? റിവിഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ 30 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന സെറ്റ് സുവോളജിയുടെ വലിയ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്ത് തീർക്കാം, ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത, എങ്ങനെ നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ. അപ്പൊ ഒന്ന് നോക്കിക്കേ, നമുക്ക് 6 പ്രധാനപ്പെട്ട യൂണിറ്റുകളാണുള്ളത്. ഓരോ യൂണിറ്റിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, അതായത് ഈ ലാസ്റ്റ് 1 month നിങ്ങൾ നോക്കിപ്പോയേ പറ്റുള്ളൂ എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? ടാക്സോണമി ആൻഡ് ആനിമൽ ഡൈവേഴ്സിറ്റി ആണ് വരുന്നത്. അതിൽ പ്രധാനമായും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഹൈറാർക്കി നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കണം. ആൻഡ് ഓൾസോ എന്താണ്, നമ്മുടെ സിസ്റ്റമാറ്റിക്സ് അല്ലെ, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒത്തിരി അധികം ടേംസ്, ക്ലെയ്ഡ് എന്താണ് അല്ലെ, ടാക്സോൺ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി അധികം ടേംസ് ഉണ്ട്. ആ ടേംസ് എന്താണ് ഈ ഭാഗത്ത് നോക്കി വെക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴോ, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴോ അത്തരത്തിലുള്ള ടേംസ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് എന്താണ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഓൾസോ എന്താണ്, നമ്മുടെ ഫൈലോജനറ്റിക് ട്രീയുടെ ഭാഗത്ത് നിന്ന് ആ കോമൺ ആൻസസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ട്രീ ചാർട്ട്സ് എല്ലാം എന്താണ് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. പിന്നെ എന്താ വരുന്നത്, നമ്മുടെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഓരോ ഫൈലത്തിന്റെയും പ്രത്യേകതകൾ, എല്ലാവർക്കും ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ ഫീച്ചേഴ്സ് കൃത്യമായി ഓർത്തിരിക്കാൻ ഓൾസോ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ഫൈലത്തിന്റെയും കീഴിൽ വരുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോവുക തന്നെ വേണം. ഓക്കെ, അപ്പൊ അതാണ് യൂണിറ്റ് 1 പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത് നോക്കിയാൽ യൂണിറ്റ് 2 നോക്കിക്കഴിഞ്ഞാൽ എവല്യൂഷൻ, ഇക്കോളജി ആൻഡ് എൻവയൺമെന്റ് ബയോളജി, എത്തോളജി, ഇത്രയും ഭാഗങ്ങൾ വരുന്നതാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇക്കോളജിക്ക് കൊടുക്കണം. എത്തോളജി, ഈ 2 ഭാഗം എന്താണ് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇക്കോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ എൻവയൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ട് അല്ലെ. ഈ പറയുന്ന ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ഇന്ററാക്ഷൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ എന്താണ്, ഇക്കോസിസ്റ്റം ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം, ചാർട്ടുകളുണ്ട് അല്ലെ. നമ്മുടെ ഈ പറയുന്ന എനർജി, പോപ്പുലേഷന്റെ ഒക്കെ ചാർട്ടുകളുണ്ട്. ആ ചാർട്ടുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പോപ്പുലേഷൻ ഇക്കോളജി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്വേഷൻസ് ഉണ്ട്, ഇക്വേഷൻസ് വെച്ച് ഓർത്ത് വെക്കണം. പിന്നെ എന്താണ്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായി ബന്ധപ്പെട്ട് ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻസ് എക്സാമ്പിൾസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, അതാണ് യൂണിറ്റ് 2 കേസ്. ഇനി യൂണിറ്റ് 3 നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വലിയ യൂണിറ്റ് ആണ്. നോക്കിയ ഫിസിയോളജി, ഇമ്മ്യൂണോളജി, ഡെവലപ്മെന്റ് ബയോളജി വരുന്ന ഒരു ഭാഗമാണ്. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഹ്യൂമൻ
എന്താണ് ബോഡിയുടെ ഫങ്ഷനിങ് അല്ലെങ്കിൽ സിസ്റ്റംസ് വരുന്ന ഒരു ഭാഗമാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പക്ഷെ എന്താ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ ഈ പറഞ്ഞ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോർ ഇഫക്റ്റ്, ഹാൽഡെയ്ൻ ഇഫക്റ്റ് പോലുള്ള ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഒക്കെ വരുന്ന ആ ഭാഗം, റെസ്പിറേറ്ററി പിഗ്മെന്റ്സ് വരുന്ന ഭാഗം, ആൻഡ് ഓൾസോ നമ്മുടെ റെസ്പിറേഷന്റെ കൺട്രോൾ വരുന്ന ഭാഗമുള്ള ബ്രെയിൻ എങ്ങനെയാണ് റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നത്, ആ കൺട്രോൾ വരുന്ന ഭാഗമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ റെസ്പിറേറ്ററി കൺട്രോൾ എന്ന് പറയുന്ന ഭാഗം. പിന്നെ എന്തുണ്ട്, നമ്മുടെ സർക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ സർക്കുലേഷനകത്തും ഹാർട്ട് എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനമായി ഓർത്തിരിക്കണം. പിന്നെ ഓർക്കേണ്ടത് ECG ആണ്. ECGയുടെ ഗ്രാഫ്, ആ ഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നെർവ് ഫിസിയോളജി എടുക്കുമ്പോൾ നെർവ്സിലൂടെ സിഗ്നൽസിന്റെ കണ്ടക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ന്യൂറോ മസ്കുലർ ജംഗ്ഷന്റെ കേസ്, സിനാപ്സിന്റെ കേസ്, ആൻഡ് എങ്ങനെയാണ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനെ അഫക്റ്റ് ചെയ്യുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ എക്സാമ്പിൾസ്, അതില്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങൾ, ഇതെല്ലാം ഈ ഭാഗത്ത് നിന്ന് സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ ഇമ്മ്യൂണോളജി എടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സെൽസ്, നമ്മുടെ ബ്ലഡ് സെൽസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ടല്ലോ, അത് കൃത്യമായി ഓർത്ത് വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ B സെൽ ആൻഡ് T സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അതേത് രീതിയിൽ വർക്ക് ചെയ്യുന്നു, MHC ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 MHC മോളിക്യൂളിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫംഗ്ഷനിങ് എല്ലാം കൃത്യമായിട്ട് ആ ഭാഗത്ത് നിന്ന് ഓർത്ത് വെക്കണം. ആൻഡ് ഓൾസോ നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് AGD എന്നൊക്കെ പറഞ്ഞ ഓരോ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫംഗ്ഷൻ കൃത്യമായി ഓർത്ത് വെക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. ആൻഡ് ഓൾസോ എംബ്രിയോണിക് ഡെവലപ്മെന്റ്, ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മുടെ ഡെവലപ്മെന്റ് ബയോളജിയുടെ ഭാഗത്ത് നിന്ന് ഓർത്ത് വെക്കുക. എഗ്ഗിന്റെ ക്ലീവേജ് അല്ലെ, അതെല്ലാം ഈ ഭാഗത്ത് നിന്ന് കൃത്യമായി ഓർത്ത് വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത്രയുമാണ് യൂണിറ്റ് 3യുടെ കേസ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. ഇനി നോക്കുവാണെങ്കിൽ യൂണിറ്റ് 4, അതും നമുക്ക് വലിയ താല്പര്യമില്ലാത്തൊരു യൂണിറ്റ് ആയിരിക്കും ഇത്. യൂണിറ്റ് 4 എന്ന് പറയുന്ന ഏതാണ്, ബയോ കെമിസ്ട്രി, ബയോ ഫിസിക്സ്, ഇത്രയും ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇതില് ഞാൻ പറയുവാണെങ്കിൽ ഈ എന്താണ് ബയോഫിസിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷന് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ ബയോ കെമിസ്ട്രിക്ക് കൊടുക്കുക. കാരണം അവിടെ നിന്ന് ഒത്തിരി ചാർട്ടുകൾ നമുക്ക് വരുന്നുണ്ട് അല്ലെ, ഒത്തിരി ഫ്ലോ ചാർട്ട്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഫ്ലോ ചാർട്ടിൽ നിന്നും ഓരോ എൻസൈംസ് വെച്ചിട്ട് ഏത് ഭാഗത്ത് ATP ഉണ്ടാകുന്നു, ഇന്ന എൻസൈം ഇല്ല എങ്കിൽ ആ ഒരു റിയാക്ഷൻ അവിടെ എന്തായിരിക്കും സംഭവിക്കുക, ആൻഡ് ആ ഒരു ചാർട്ട് എവിടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടുന്ന് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗത്തിന് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് തന്നെ നിങ്ങൾ നോക്കണം. ആൻഡ് ഓൾസോ നമ്മുടെ മാക്രോ മോളിക്യൂൾസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡിന്റെ മെറ്റബോളിസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഇൻസ്ട്രുമെന്റേഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രൊമാറ്റോഗ്രഫി, സ്പെക്ട്രോസ്കോപ്പി പോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ യൂണിറ്റ് 5 എടുത്തു കഴിഞ്ഞാലോ, യൂണിറ്റ് 5 വരുന്ന ഏതാണ്, ജെനറ്റിക്സ് വരുന്നുണ്ട്, ബയോടെക്നോളജി വരുന്നുണ്ട്, മൈക്രോബയോളജി വരുന്നുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനറ്റിക്സും ബയോടെക്നോളജിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ജെനറ്റിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതായത് നമ്മുടെ ലോ ഓഫ് ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ജെനറ്റിക്സിൽ നിന്നും തന്നെ എന്താണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ എന്തുണ്ട്, നമ്മുടെ ബയോടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ്, പല ടൈപ്പ് വെക്ടേഴ്സ്, ക്ലോണിങ്ങിന്റെ സ്റ്റെപ്പ്, ക്ലോണിങ്ങിൽ യൂസ് ചെയ്യുന്ന എൻസൈമുകൾ, ഇതിൽ നിന്നുമൊക്കെ സ്ഥിരമായിട്ട് ഈ എൻസൈംസ് ഒക്കെ വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം വരുന്നതാണ്. സോ അത് കൃത്യമായിട്ട് നോക്കി വെക്കണം. അതാണ് യൂണിറ്റ് 5ന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ യൂണിറ്റ് 6 എടുത്തു കഴിഞ്ഞാൽ അവിടെ സെൽ ബയോളജി വരുന്നുണ്ട്, മോളിക്കുലർ ബയോളജി വരുന്നുണ്ട്, ബയോ ഇൻഫർമാറ്റിക്സ് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ആദ്യത്തെ രണ്ടെണ്ണം സെൽ ബയോയും അതേപോലെ തന്നെ മോളിക്കുലർ ബയോയും കൃത്യമായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ നോക്കണം. അവിടെ കൃത്യമായി സെല്ലിന്റെ സ്ട്രക്ചർ, സെൽ എൻവലപ്പിന്റെ സ്ട്രക്ചർ, പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ, സെൽ വോളിന്റെ സ്ട്രക്ചർ, പിന്നെ സെല്ലിന്റെ ഉള്ളിൽ വരുന്ന നമ്മുടെ ഓർഗനൽസ് ഉണ്ടല്ലോ, ഓരോ ഓർഗനൽസിന്റെ കാര്യങ്ങൾ, പിന്നെ സെല്ലുലാർ ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ഉണ്ട്. എങ്ങനെയാണ് സെല്ലിന്റെ ഉള്ളിലൂടെ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് എങ്ങനെയാണ് കമ്പോണൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ സെൽ ജംഗ്ഷൻസിന്റെ കേസ് അല്ലെ, അവിടെ ഈ
പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സെല്ലുലാർ സിഗ്നലിംഗ് എന്ന് പറയുന്ന ഭാഗം. സിഗ്നലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മോളിക്യൂളുകൾ ഏതാണ്, ഇൻട്രാ സെല്ലുലാർ സിഗ്നലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെസ്സഞ്ചേഴ്സ് ഏതൊക്കെയാണ്, അതൊക്കെ ആ ഭാഗത്ത് നിന്ന് എന്താണ് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മുടെ കോർ ആയിട്ടുള്ള ഭാഗമാണ് ഏത്, നമ്മുടെ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഇതിൽ നിന്നും സ്ഥിരമായിട്ട് എൻസൈംസ് വെച്ചിട്ടായിക്കോട്ടെ, സ്റ്റെപ്പുകൾ വെച്ചിട്ടായിക്കോട്ടെ, ഓരോരോ കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നതായിക്കോട്ടെ, എക്സാമിന് എന്താണ് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ഏറ്റവും അവസാനം മാത്രം നിങ്ങൾ ഇൻഫോർമാറ്റിക്സ് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്താൽ മതിയാകും. ഇത്രയുമാണ് നമ്മൾ 6 യൂണിറ്റുകളിൽ നിന്നും പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടത്. അപ്പൊ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും ഇത്രയും അധികം കാര്യങ്ങൾ നമുക്ക് നോക്കണം ഈ 30 ദിവസം, അതായത് 1 മന്ത് അല്ലെ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. അതെങ്ങനെ പറ്റും എന്ന് കാണിക്കാനാണ് ഇവിടെ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു ചെറിയൊരു ടൈം ടേബിൾ ആണ്. ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് ഈ പറയുന്ന 30 ദിവസം എന്ന് പറയുന്നത് ധാരാളം മതി നിങ്ങൾക്ക് ഒരു ഫൈനൽ റൗണ്ട് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്ന ഡേ 1 and 2, 3 and 4 അങ്ങനെ രണ്ട് ദിവസങ്ങൾ വെച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഡേ 1 and 2. ഡേ 1 and 2 എന്താ പറഞ്ഞിരിക്കുന്നത്, യൂണിറ്റ് 1-നകത്തെ മൊഡ്യൂൾ 1 ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇതിനകത്ത് നമ്മുടെ ടാക്സോണമി വരുന്നുണ്ട്, ഫൈലോജനി വരുന്നുണ്ട്, മോളിക്കുലർ സിസ്റ്റമാറ്റിക്സ് വരുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ 2 ദിവസം ഉണ്ടല്ലോ. ശരി, ഇനി ഡേ 3 and 4 എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ മൊഡ്യൂൾ 2 വരുന്നത്. യൂണിറ്റ് 1-ലെ ഏതാണ് നമ്മുടെ DNA-യുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷനോ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ആൻഡ് നമ്മുടെ ഫൈലകളെയൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു ഭാഗമാണത്. ഡേ 5 to 6 എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് 1 മൊഡ്യൂൾ 2, അവിടെ ഫൈല 2 എടുക്കുക. ആ ഫൈല 2-ൽ വരുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന എമറ്റോഡ, ഹെമി കോഡേറ്റ, കോഡേറ്റ, ഇത്രയും ഭാഗങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഡേ 7 എടുത്തു കഴിഞ്ഞാലോ, ഡേ 7 എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് 1 മൊഡ്യൂൾ 3, അവിടെ പെസ്റ്റ് മാനേജ്മെന്റ്, സെറികൾച്ചർ, എപ്പികൾച്ചർ, അപ്ലൈഡ് ബയോളജി എന്ന് പറയുന്ന ഭാഗത്താണ് വരുന്നത്. അതിന് നമ്മൾ എന്താണ് 1 ദിവസം സ്പെൻഡ് ചെയ്താൽ മതിയാവും. അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നോക്കിയാൽ ഡേ 8 and 9. ഡേ 8 and 8, 9 ദിവസങ്ങളിൽ നിങ്ങൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ്, എവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം. ആൻഡ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോരോ കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, അത് ഓർക്കുക. പിന്നെ എന്താണ് സ്പീസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ മെക്കാനിസം ഓർത്ത് വെക്കുക. ഡേ 10 and 11 നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 2 മൊഡ്യൂൾ 2 ആണ് നോക്കുന്നത്. ഏതാണ്, ഇക്കോസിസ്റ്റം, ഇക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇക്കോസിസ്റ്റം ഡൈനാമിക്സ്, എനർജി ഫ്ലോ, അതേപോലെ തന്നെ നമ്മുടെ സൈക്കിൾസ്. ഓക്കെ, ഓർത്ത് വെക്കാം. ഡേ 12 ഒരൊറ്റ ദിവസം മാത്രമാണ് പോപ്പുലേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഇക്കോളജിക്ക് കൊടുക്കുന്നത്. അത് ആ ഒരു ഭാഗം കൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി തീർക്കാം. ഇനി നമ്മുടെ ഡേ 13 and 14 എന്ന് പറയുന്ന ഭാഗത്ത് യൂണിറ്റ് 2 മൊഡ്യൂൾ 3 നമ്മുടെ കൺസർവേഷൻ സ്ട്രാറ്റജീസ്, വൈൽഡ് ലൈഫ് മാനേജ്മെന്റ്, എത്തോളജി, ഇത്രയും കാര്യങ്ങൾ നോക്കേണ്ട ഒരു ടൈമാണ് 13 and 14 എന്ന് പറയുന്നത്. ഇനി ഡേ 15 എടുത്ത് നോക്കിക്കേ. ഡേ 15-ൽ കൃത്യമായിട്ട് റിവിഷന് വേണ്ടി ടൈം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആകെ 30 ദിവസമേ ഉള്ളൂ. എങ്കിലും കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങൾ തീരുമ്പോൾ ഡേ 15-ൽ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, യൂണിറ്റ് 1-ന്റെയും 2-ന്റെയും റിവിഷൻ ആണ്. അപ്പൊ 1 ഉം 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അതിന് റിവിഷൻ വേണ്ടിയിട്ട് കൂടി എന്താണ് ടൈം മാറ്റി വെക്കുകയാണ്. ഡേ 16 and 17 നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 3 മൊഡ്യൂൾ 1 and 2 ഫിസിയോളജി എന്ന് പറയുന്ന ഭാഗം. അതിനകത്ത് ഈ പറയുന്ന ഡൈജഷൻ, റെസ്പിറേഷൻ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ എല്ലാം വരുന്ന എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ് നോക്കി പോവേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നോക്കി പോകാനായിട്ട് 2 ദിവസമാണ് ഇട്ടിരിക്കുന്നത്. ഡേ 18 and 19 നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 3 മൊഡ്യൂൾ 2 നെർവ് ഫിസിയോളജി, അതേപോലെ തന്നെ നമ്മുടെ ഹോർമോൺ വരുന്ന എൻഡോക്രൈനോളജി, റീപ്രൊഡക്ഷൻ, ഇമ്മ്യൂണോളജി, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 18 and 19 2 ദിവസം. 20 and 21 ഡേ 20 and 21 യൂണിറ്റ് 3 മൊഡ്യൂൾ 3, അവിടെ DB ആണ്, ഡെവലപ്മെന്റൽ ബയോളജി ആണ്. അതിൻ്റെ അകത്ത് എംബ്രിയോളജി, സ്റ്റെം സെൽസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി പോകാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡേ 22 and 23-നകത്ത് യൂണിറ്റ് 4 മൊഡ്യൂൾ 1 and 2, അതിൽ ബയോ കെമിസ്ട്രി ആൻഡ് ബയോ ഫിസിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. അത് നോക്കാനായിട്ടുള്ള ടൈമാണ് ഡേ 22 and 23 എന്ന് പറയുന്നത്. ഇനി ഡേ 24 നോക്കിക്കേ. ഡേ 24-ൽ എന്താ വരുന്നത്, യൂണിറ്റ് 4 മൊഡ്യൂൾ
3യും യൂണിറ്റ് 5ലെ മൊഡ്യൂൾ 1ഉം വരുന്നുണ്ട്. അവിടെ സ്റ്റാറ്റിസ്റ്റിക്സും ജെനറ്റിക്സും ആണ് വരുന്നത്. ജെനറ്റിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഡേ 25 എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് 5 മൊഡ്യൂൾ 1ഉം 2ഉം രണ്ടും നമ്മൾ നോക്കുന്നുണ്ട്. അവിടെ ഹ്യൂമൻ ജെനറ്റിക്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബയോടെക്നോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും നോക്കാനുള്ള ദിവസമാണ് ഡേ 25 എന്ന് പറയുന്നത്. 26 എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് 5 മൊഡ്യൂൾ 3 നമ്മുടെ മൈക്രോബയോളജി, നമ്മുടെ ബാക്ടീരിയ, വൈറസ്, ആന്റിബയോട്ടിക്സ്. ഇതിൽ തന്നെ ബാക്ടീരിയയുടെ സ്ട്രക്ചർ കൃത്യമായിട്ട് ഓർക്കണം. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളുടെ ആ ഒരു എന്താണ് സെൽ സ്ട്രക്ചറിന്റെ വ്യത്യാസം ആൻഡ് ഓൾസോ എന്താണ് നമ്മുടെ സ്റ്റെയിനിങ് ടെക്നിക്കുകളൊക്കെ ആ ഭാഗത്ത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഡേ 27 നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 6 മൊഡ്യൂൾ 1 സെൽ ബയോളജി. അവിടെ സെൽ സ്ട്രക്ചർ, സെൽ ഡിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സെൽ ഡിവിഷൻ കേട്ടോ, സെൽ ഡിവിഷനും സെൽ സിഗ്നലിംഗും നോക്കാനുള്ള ടൈമാണ് ഡേ 27 എന്ന് പറയുന്നത്. ഡേ 28 എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് 6 മൊഡ്യൂൾ 2 അവിടെയാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ജീൻ എക്സ്പ്രഷൻ പോലുള്ള ഭാഗങ്ങൾ, മോളിക്കുലർ ബയോളജി നോക്കാനുള്ള ദിവസമാണ്. ഡേ 29 എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് 6 മൊഡ്യൂൾ 3 നമ്മുടെ ഇൻഫോമാറ്റിക്സ്, ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ് നോക്കാനുള്ള ടൈമാണ്. നമ്മുടെ ലാസ്റ്റ് ദിവസം ഡേ 30 എന്ന് പറയുന്നത് ഫൈനൽ റിവിഷനാണ്. ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ യൂണിറ്റുകളും എന്താണ് ഒന്നുകൂടി ഒന്ന് ഓവറോൾ നോക്കാനായിട്ട്, ആ ഭാഗത്ത് നിന്ന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കാനായിട്ടുള്ള ഒരു ടൈമാണ് ഡേ 30 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊരു പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഇത് ഞാൻ സെറ്റ് ചെയ്ത പ്ലാൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 30 ദിവസം കൊണ്ട് വേണം നമുക്ക് തീർക്കാനായിട്ട്. അതനുസരിച്ചുള്ള പ്ലാൻ നിങ്ങളും സെറ്റ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 30 ദിവസം ധാരാളം മതി. നിങ്ങൾക്ക് ഈ പറയുന്ന സെക്സോളജി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഈ ഒരു 1 മന്ത് കൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ CCയിൽ എന്താണ് നമ്മുടെ ഓഗസ്റ്റ് 2-ാം തീയതി നമ്മുടെ പ്ലാൻ കൃത്യമാണ് എങ്കിൽ ഓഗസ്റ്റ് 2-ാം തീയതി നമ്മുടെ എന്താണ് ധ്യാനത്തിന് പോവല്ല, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കും. നമ്മുടെ 30 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകതകൾ എന്താണ്? നമ്മുടെ ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വീക്ക്ലി എക്സാംസ് വരുന്നുണ്ട്, മോക്ക് എക്സാംസ്, മോഡൽ എക്സാംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ്, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പൊ ഇപ്പോഴും വൈകിട്ടില്ല. നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാൻ താല്പര്യപ്പെടുന്നവരാണ് എങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ബാച്ചിന്റെ ഭാഗമാകുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.